ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള ഈ ഒരുക്ക ദിനങ്ങളിലേക്ക് കർത്താവിൻ്റെ വലിയ കരുണയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൽ റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ അഭയമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം എത്രയോ അധികമായിട്ട് വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകാൻ ഞാനും നിങ്ങളും അഭയം പ്രാപിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവാകുന്ന പാറയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ഉറപ്പുള്ള ജീവിതത്തിന്റെ സ്റ്റെപ്പുകൾ കർത്താവ് നമുക്കായി നൽകും. ഇന്ന് പലപ്പോഴും നമ്മൾ വെക്കുന്ന സ്റ്റെപ്പുകൾ സുദൃഢമല്ലാതാകുന്നത് കൊണ്ട് നമുക്ക് ആത്മീയ മേഖലയിലും ഭൗതികമായും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ തളർച്ചകളും തകർച്ചകളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം. എന്നാൽ റൂത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. കുറച്ച് ചുവടുകൾ എടുത്തു വെക്കാൻ തക്കവിധത്തിൽ അഭയം നൽകുന്ന പാറയാകുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ധ്യാന ദിവസങ്ങളിലേക്ക് ഒത്തിരി മക്കൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ പന്തക്കുസ്ത ദിനത്തിൻ്റെ വലിയ അനോയിന്റിങ് വ്യക്തിപരമായി സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.